എഗ് മസാല ഓട്സ് പുട്ട് ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇതിന് വേണ്ടത് ഒന്ന് ഓട്സാണ്, പിന്നെ നമുക്ക് എഗ് മസാല ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയും ഒരു സവാളയും കുറച്ച് ഇഞ്ചിയും 2-3 പച്ചമുളകും പിന്നെ ഒരു മുട്ടയും. ഇതാണ് മെയിനായിട്ട് വേണ്ടത്. നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നാൽ അതിലേക്ക് എരിഞ്ഞ് വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം, പിന്നെ സവാള ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി വഴറ്റി കൊടുക്കുക. അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് പച്ചമുളകും ആഡ് ചെയ്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് വെന്ത് വന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ തക്കാളിയിലും ഉള്ളിയിലും എല്ലാ ഭാഗത്തെത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് വെന്ത് വന്നാൽ നമുക്ക് പൊട്ടിച്ച് വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് മുട്ട മസാല. ഇത് നമുക്കിനി ഓട്സിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് 1 കപ്പ് ഓട്സ് എടുക്കാം. 1 കപ്പ് ഓട്സ്. അത് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് വെള്ളം ചേർക്കാം. ഓട്സിലേക്ക് നമുക്ക് ഉപ്പ് വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുക്കാം. പുട്ടിന് വേണ്ടിയിട്ടാണ്. അതുപോലെ കുഴച്ചെടുക്കാം. നമുക്ക് ഓട്സിൽ എല്ലാ ഭാഗത്തും ഉപ്പ് എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് വേവിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഒരു കുക്കറിൽ കുറച്ച് വെള്ളമെടുത്ത് തിളപ്പിക്കാം. അത് തിളച്ചു വരുന്ന മുമ്പേ നമുക്ക് ഒരു ചിരട്ടയിൽ പുട്ട് ആഡ് ചെയ്യാം. പുട്ടിന് വേണ്ട ഓട്സും എഗ് മസാലയും. ആദ്യം നമുക്ക് കുറച്ച് എഗ് മസാല ആഡ് ചെയ്യാം. ഞാൻ ചിരട്ടയാണ് എടുത്തത്. ചിരട്ടപ്പുട്ട് കുറച്ച് ടേസ്റ്റ് അധികമാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഓട്സ് ഇട്ട് കൊടുക്കാം. ഈ ചിരട്ടപ്പുട്ട് അടിപൊളി ടേസ്റ്റാണ്. എഗ് മസാല ഓട്സ് പുട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്ക്. ഇപ്പോൾ ഒരുവിധം ചിരട്ട നിറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി എഗ് മസാല ആഡ് ചെയ്യാം. എഗ് മസാല കൂടുന്നതിന് നമുക്ക് ഈ പുട്ടിൻ്റെ ടേസ്റ്റ് കൂടും. ഇതിന് വേറെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല. അടിപൊളി ടേസ്റ്റാണ്. ഓട്സും എഗ് മസാലയും ഈ ചിരട്ടയിൽ നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആവി കയറ്റിയെടുക്കാൻ വേണ്ടത്. കുക്കറിൽ ആവി റെഡിയായിട്ടുണ്ട്. നമുക്ക് ചിരട്ടപ്പുട്ടി ഇതിൻ്റെ മുകളിൽ വെക്കാം. സാവധാനം വെച്ചാൽ മതി. വെക്കുമ്പോൾ തന്നെ ആവി വന്നിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് വെന്താൽ ഇത് മാറ്റാം. കുറച്ച് സമയമായി. ഇനി നമുക്കിത് ഇവിടെ നിന്ന് മാറ്റാം. ഇപ്പോൾ ചിരട്ടപ്പുട്ട് റെഡിയായിട്ടുണ്ട്. എഗ് മസാല ഓട്സ് പുട്ട്. ഇത് നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റാം. 2 തട്ട് കൊടുത്താൽ അത് ഈസി ആയിട്ട് പുറത്ത് വരും. നമുക്ക് അടിപൊളിയല്ലേ, കാണാൻ തന്നെ അടിപൊളിയാണ്. നല്ല എഗ് മസാല ഓട്സ് പുട്ട്. ഇനി ഒന്നും കൂടി ഉണ്ടാക്കാം. മുമ്പ് ഉണ്ടാക്കിയ പോലെ തന്നെ കുറച്ച് എഗ് മസാല ഇട്ട് അതിലേക്ക് നമുക്ക് ഓട്സ് ഇട്ട് ഒഴിച്ചിട്ട് നിറക്കാം. ഇനി ആവി വരുന്ന കുക്കറിൽ വെച്ച് ഒന്നും കൂടി വേവിപ്പിച്ചെടുക്കാം. ഇപ്പം കറക്റ്റായി അതിൽ കുക്കറിൽ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവി വന്നാൽ നമുക്ക് ഇതിനെ കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ആവിയിൽ വെച്ചാൽ മതി. വെന്ത് കിട്ടും. വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ രണ്ടാമത്തെ ചിരട്ട എഗ് മസാല ഓട്സ് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. ഇതിന് വേറെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല. അടിപൊളി ടേസ്റ്റാണ്.
എഗ് മസാല ഓട്സ് പുട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ പ്രൊഫൈലൊന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോസൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. താങ്ക് യു.